എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മൾ കുവൈറ്റ് ദുരന്തം ഒത്തിരി നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. കുവൈറ്റിലെ തീപിടുത്തം, അതിനകത്ത് പ്രിയപ്പെട്ടവരുടെയൊക്കെ കണ്ണുനീരും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൃദയഭേദകമാണ് ആ കാഴ്ചകളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും വിട്ടുപോയൊരു വ്യക്തിയാണ് KP നൂഹ് എന്ന് പറയുന്നൊരു മലപ്പുറംകാരൻ. അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. ശരിക്കും രക്ഷപ്പെടുവാൻ ചാൻസ് ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ പണയം വെച്ച ഒരു വ്യക്തിയാണ് KP നൂഹ് എന്ന് പറയുന്ന ആ വ്യക്തി. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. കുടുംബത്തിൽ അദ്ദേഹത്തിന് 3 പെൺകുഞ്ഞുങ്ങളാണ്. 13ഉം 11ഉം 9ഉം വയസ്സുള്ള 3 പെൺകുട്ടികൾ. അദ്ദേഹം ഒരു ഹൃദ്രോഗിയും കൂടിയാണ്. ഇത്രയും പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒത്തിരി കടഭാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ദത്തെ മാനിച്ച് അദ്ദേഹം പ്രവാസം തിരഞ്ഞെടുത്തതാണ്. കുവൈറ്റിൽ പോയി അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വന്തം കുടുംബത്തിന് വേണ്ടി. അതിനിടയ്ക്ക് 4 മണിക്ക് ഈ ദുരന്തമുണ്ടായ സമയത്ത് ഈ മനുഷ്യൻ ആണ് ആ റൂമിലുണ്ടായിരുന്നതിൽ ഏറ്റവും ആദ്യം അറിഞ്ഞ ആൾ. ഇദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്നതിൽ അദ്ദേഹം പെട്ടെന്ന് കൂട്ടുകാരെയൊക്കെ വേഗം വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവർക്കൊക്കെ രക്ഷപ്പെടുവാനുള്ള പഴുത് ഒരുക്കി കൊടുത്തു. ശേഷം ഇദ്ദേഹം മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി സ്വയം ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ രക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം താഴോട്ട് വന്ന ആ ഒരവസരത്തിലാണ്, താഴത്തെ നിലയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ആ പുകച്ചുരുളുകളുടെ ഇടയിൽ അദ്ദേഹം അകപ്പെടുകയും അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനൊരു ശ്വാസ സംബന്ധമായൊരു വിഷയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. വളരെ ശോചനീയമായൊരു ന്യൂസാണത്. കാരണം അയാൾക്ക് രക്ഷപ്പെടുവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് ഉപയോഗിക്കാതെ മറ്റുള്ളവരെ അത്രയും വലിയ ദുരന്തമുഖത്തും തൻ്റെ ആരോഗ്യം മറന്ന്, തന്നൊരു രോഗിയാണെന്നുള്ളത് പോലും മറന്ന് അദ്ദേഹം മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച ഒരു ബലിദാനിയാണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. അവസാന നിമിഷത്തിൽ പോലും സഹപ്രവർത്തകരെ രക്ഷിക്കുവാൻ അദ്ദേഹം കാണിച്ച നല്ല മനസ്സ് ദൈവം കണക്കിടട്ടെ. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. ആ കുടുംബത്തെ ആരെങ്കിലും ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.